എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ ഉൾപ്പെടെ അപ്രതീക്ഷിത മിന്നൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് 8 മണിക്കൂർ വരെയാണ് ഇഡിയുടെ പരിശോധന നീണ്ടത്. റെയ്ഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ അരങ്ങേറിയത് വൻ സംഘർഷമാണ്. പരിശോധന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വന്ന ഇഡി ഉദ്യോഗസ്ഥരുടെ കാറുകൾ CPIM പ്രവർത്തകർ അടിച്ചു തകർത്തു. കണ്ണൂരും കോഴിക്കോടും തൃശൂരുമെല്ലാം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. തന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത് രാഹുൽ ഗാന്ധിക്ക് വലിയ മനസ്സംതൃപ്തി നൽകിയിരിക്കാം എന്നായിരുന്നു പിണറായി വിജയന്റെ ഈ വിഷയത്തിലെ പ്രതികരണം. ഒരു റിപ്പോർട്ടിലേക്ക്. എട്ട് മണിക്കൂർ നീണ്ട റെയ്ഡ് പൂർത്തിയാക്കിയ ശേഷം ഇഡി സംഘം മടങ്ങവെയായിരുന്നു പ്രവർത്തകരുടെ രോഷം അണപൊട്ടിയത്. ഉദ്യോഗസ്ഥർ വന്ന 3 കാറുകൾ അടിച്ചു തകർത്തു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും V ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ രാവിലെ മുതൽ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് റെയ്ഡിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും പരിശോധന നടന്നു. അവിടെയെല്ലാം CPIM സംസ്ഥാന നേതാക്കളടക്കം പ്രതിഷേധവുമായി എത്തി. പുറത്ത് പ്രതിഷേധം നടക്കുന്ന സമയത്ത് തന്നെ പിണറായി വീടിന് പുറത്തേക്കെത്തി പ്രവർത്തകരെ മുഷ്ടി ചുരുട്ടി അഭിവാദ്യം ചെയ്തു. തന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയത് രാഹുൽ ഗാന്ധിക്ക് വലിയ മനസ്സംതൃപ്തി നൽകിയിരിക്കാമെന്ന് പിണറായി. എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. ഇങ്ങനെ വീട്ടിൽ കയറി പരിശോധന നടത്താൻ ഇഡി വളരെ കാലമായി ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ പരിശോധന കൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ലെന്നും പിണറായി പറഞ്ഞു. ഇതൊരു തുടക്കം മാത്രമായേ കാണുന്നുള്ളൂ. ഇതുകൊണ്ടൊന്നും തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട. പാർട്ടി ശത്രുക്കൾ കൊത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണ കിട്ടിയിട്ടുണ്ട്. ആ പിന്തുണയ്ക്ക് ഒരു കുറവും ചാഞ്ചല്യവും ഇല്ല എന്നാണ് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയതെന്നും പിണറായി. എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ കൊത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇഡി ഉദ്യോഗസ്ഥരുടെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് കണ്ണിന് മുകളിൽ പരിക്കുണ്ട്. 2 പോലീസുകാർക്കും പരിക്കേറ്റു. തമ്പാനൂർ സ്റ്റേഷനിലെത്തി ഇഡി ഉദ്യോഗസ്ഥർ പരാതി നൽകി. തൊട്ടു പിന്നാലെ പാളയം ഏരിയ കമ്മിറ്റി പരിസരത്തായി സംഘർഷ സാഹചര്യം. കാറ് തകർത്ത പ്രവർത്തകർ പാർട്ടി ഓഫീസിലുണ്ടെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് വൻ പോലീസ് സന്നാഹമെത്തി. വി ജോയി, ബിനീഷ് കോടിയേരി തുടങ്ങിയവർ ചേർന്ന് പോലീസിനെ തടഞ്ഞു. അത് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തെന്ന് ഞങ്ങൾ ചെയ്യാം. ആ സമയം പറയാൻ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. അല്ല, അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങൾ നോക്കാം. അല്ലാതെ ഓഫീസിൽ കയറാൻ പറ്റത്തില്ല. പാർട്ടി ഓഫീസിനകത്ത് കയറി ഒരു അറസ്റ്റും ഉണ്ടാവില്ല. അത് ഞങ്ങളെ ശവത്തിൽ ചവിട്ടിയിട്ട് മാത്രമേ നടക്കുള്ളൂ. പിന്നെ അവർ പറയുന്ന പ്രതികളെ ഐഡന്റിഫൈ ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് പരസ്പരം നോക്കിയതിന് ശേഷം തീരുമാനിക്കാം. അല്ലാതെ പാർട്ടി ഓഫീസിനകത്ത് കയറി ഒരാളെ അവർ അറസ്റ്റ് ചെയ്യില്ല. ഇനി എത്ര ഫോഴ്സ് ഉണ്ടെങ്കിലും ശരി, അത് അറസ്റ്റ് ചെയ്യില്ല. വൻ പോലീസ് സന്നാഹം പിന്നാലെയെത്തി. DCP തപോഷ് ബസുമതാരിയുമായി ചർച്ച. വിട്ടുവീഴ്ചയ്ക്കില്ലാതെ പോലീസും പാർട്ടി നേതൃത്വവും. അനിശ്ചിതത്വം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യുമെന്ന് DCP.
ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി വിശദീകരണം തേടിയിട്ടുണ്ട്. ED ഡയറക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് ധനകാര്യ വകുപ്പിന്റെ നടപടി. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി കേരള DGPയോടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. DCP വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ടു. പ്രതികരണത്തിലേക്ക്. അത് പറയാൻ പറ്റില്ല അവിടെ നമ്മൾ നോക്കാം. അത് പറയാൻ പറ്റില്ല പ്ലീസ്. അത് പറയാൻ പറ്റില്ല. ഓബിയസ്ലി നമുക്ക് ഫുൾ ഫോഴ്സ് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഫുൾ ഫോഴ്സ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ നിൽക്കുകയാണ്. പങ്കെടുത്ത മുഴുവൻ ആളുകളെയും എങ്ങനെ അറസ്റ്റ് ചെയ്യാനാണ്? വീടുകളിൽ കയറോ? എങ്ങനെയാണ് നമ്മുടെ നീക്കം? അത് ആസ് പെർ ലീഗൽ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്ത് നമുക്ക് പിടിക്കാം. ED ആയതുകൊണ്ടാണോ ഇത്ര വലിയ സമ്മർദ്ദം വന്നത് നമുക്ക്? അങ്ങനെയൊന്നുമല്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു വർക്കിന് പോകുമ്പോൾ തടസ്സാൻ പാടില്ല, അത് ആക്രമിക്കാൻ പാടില്ല. അത് വളരെ മോശമാണ്. അതുകൊണ്ട് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. പരമാവധി ആളുകളെ നമ്മുടെ ഇല്ല, നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. ഫുൾ ബ്ലേസനും കൂടി ഉണ്ടായിരുന്നു. പരിശോധിക്കുക ഉണ്ടെങ്കിൽ ഡെമോക്രാറ്റിക് റൈറ്റ് ഉണ്ട്, എല്ലാവർക്കും പ്രതിഷേധിക്കാം. പക്ഷേ ആക്രമിക്കാൻ പാടില്ല. അത് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് മാൻ പവർ ഉണ്ടായിരുന്നു. ഓക്കെ. അല്ല, അവരുടെ പ്രൊസീജിയർ എന്താണ് അവരുടെ രീതിയിൽ ചെയ്തത് നമുക്ക് പിന്നെ മനസ്സിലായത് കൊണ്ട് ഫുൾ ഫോഴ്സ് പ്രൊട്ടക്ഷൻ കൊടുത്തത്. അത് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ മേ ബി നിലവിൽ നമുക്ക് 12 പേര് ഐഡന്റിഫൈഡ് ആണ്. ഇനിയും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അനു, DCPയുടെ വാക്കുകളെ ഇപ്പോൾ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? എന്ത് മനസ്സിലാക്കണം? അനു, കേൾക്കാമോ അനു? DYFI പ്രവർത്തകരായ നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത് എന്നീ 4 പേരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇതുകൂടാതെ മുൻ കൗൺസിലർ, ആറ്റുകാൽ കൗൺസിലർ ചാല ഉണ്ണി, അതുകൂടാതെ DYFI നേതാവ് ഷാഹിൻ എന്നീ 2 പേർ അല്പസമയത്തിനകം പോലീസിനെ കീഴടങ്ങും. മറ്റ് പ്രതികളും ഏകദേശം മറ്റ് 3 പ്രതികൾ കൂടി ഇന്ന് തന്നെ പോലീസിനെ കീഴടങ്ങുമെന്നാണ് അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ 4 പേർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. അവരുടെ പേര് നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്. ഇങ്ങനെ 4 പേരാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇതുകൂടാതെ 2 DYFI നേതാക്കളായ ഷാഹിൻ, അതുകൂടാതെ തന്നെ മുൻ കൗൺസിലറായ ആറ്റുകാൽ ഉണ്ണി എന്നിവർ ഇപ്പോൾ കീഴടങ്ങും. 2 പേർ കീഴടങ്ങും. ഇപ്പോൾ 4 പേരെ പിടിയിലായിട്ടുണ്ട്. മറ്റുള്ളവരെ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്.